നമ്മളെ ടിനു ജോർജിനെ കുറ്റം പറയുന്നത്. നമ്മൾ ഈ പെന്തക്കോസ് പാരമ്പര്യ പെന്തക്കോസിനെ എടുത്ത് നോക്കാത്തത് ഇതെല്ലായിടത്തും ഉണ്ടെന്നേ. ഇത് പല രീതിയിലാണ് അവർ ട്രഡീഷണൽ പെന്തക്കോസ് കഴിഞ്ഞ 100 വർഷം ഇവിടെ ചെയ്ത് നമുക്കറിയുന്നതാണ്. എത്രയോ കോടീശ്വരന്മാരായ പാസ്റ്റർമാരുണ്ട്, എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. ഇവരെ ഞാൻ ചോദിക്കട്ടെ, പാസ്റ്റേഴ്സ് എല്ലാം വിദേശത്ത് പോകുന്നതിനാ? അമേരിക്കയില്, യുകെയില്, ഗൾഫിൽ പോകുന്നവർ അറബിയെ മാനസാന്തരപ്പെടുത്താനാണ്? അല്ലല്ലോ. ഇപ്പൊ യുകെയിൽ പോകുന്ന അവിടുത്തെ സായിപ്പിനെ രക്ഷിക്കപ്പെട്ടു, അമേരിക്കയിൽ പോകുന്ന സായിപ്പിനെ പ്രധാനപ്പെടുത്താനാണ്? ഒന്നുമല്ല. ഇവര് അവിടെ വിസിറ്റ് ചെയ്യാണ്, മലയാളി ചർച്ചകൾ വിസിറ്റ് ചെയ്യാണ്. അവിടെ നിന്ന് ഡോളറും ഗൾഫിൽ നിന്ന് പണവും പിന്നെ റിയാലും ലക്ഷങ്ങളും കൊണ്ടാണ് ഇവര് തിരിച്ചു വരുന്നത്. ഇതിനു വേണ്ടി തന്നെയാണ് ഇവർ ഗൾഫിൽ പോകുന്നത്, ഇതിനു വേണ്ടി തന്നെയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ദശാംശം കൊടുക്കാത്ത വിശ്വാസികളെ പേടിപ്പിച്ച് ദൈവം നിന്നെ തട്ടിക്കളയുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ദശാംശം വാങ്ങുന്നതല്ലേ ഇവിടുത്തെ പാരമ്പര്യ പെന്തക്കോസ്? സ്തോത്രാഴ്ച ഇടാത്ത വിശ്വാസികളെ പറഞ്ഞ് പേടിപ്പിച്ച്, നീ ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ ഡോക്ടർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വിശ്വാസികളെ പിഴിയുന്ന സംവിധാനമല്ലേ ഈ പാരമ്പര്യ പെന്തക്കോസിൽ മുഴുവനുള്ളത്. അപ്പൊ പിന്നെ ഈ ടിനു ജോർജിന് ഇവർ ഈ കോല് വെച്ചിട്ടാണല്ലോ ഈ ടിനുവിന്റെ കണ്ണിലെ കരടെടുക്കാൻ പോകുന്നത്. അങ്ങനെയാണ് എല്ലാ സഭകളിലും ഉണ്ട്. ആളെ കൂട്ടുക, ആള് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരുമാനം കൂടും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫറിന്റെ സമയത്ത് വലിയ വലിയ പാസ്റ്റേഴ്സ് എന്തിനാ വലിയ വലിയ ചർച്ചിലേക്ക് പിടിക്കുന്നത്? ഗൾഫിലും അമേരിക്കയും ബിസിനസ്സുകാരും ജോലിക്കാരും ഉള്ള സഭകൾ എന്തിനാ പിടിക്കുന്നത്? അവിടെ വരുമാനമുണ്ട്. 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം വരുമാനമുള്ള സഭകൾ നോക്കി വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെന്ററിൽ നേരത്തെ കൊടുക്കും, എനിക്ക് അങ്ങോട്ട് മതി. അപ്പൊ ഇതെല്ലായിടത്തും നടക്കുന്നതാണ്. അപ്പൊ ഇത്തരം പരിപാടികൾ ഇവിടെ നടത്തുകയും ഈ ടിനുവിനെ പോലുള്ളവരെ നമ്മൾ കുറ്റം പിടിച്ചിട്ട് കാര്യമില്ല. പറയുമ്പോൾ എല്ലാവരെയും നമ്മൾ പറയണം. ഇപ്പൊ പ്രോസ്പെരിറ്റിക്ക് എതിരാണ്. എന്തിനാണ് ഞാൻ പ്രോസ്പെരിറ്റിക്ക് എതിരൊന്നുമല്ല. കാരണം നമ്മൾ എന്തിനാണ് കിടന്നു പിച്ച കണ്ടുന്ന എന്തിനാണ്? പ്രോസ്പെരിറ്റിക്ക് എതിരാണ്. നമ്മൾക്ക് പ്രോസ്പെരിറ്റി പാടില്ല എന്ന് പറഞ്ഞ് വിശ്വാസികളെല്ലാം പറഞ്ഞിട്ട് വിശ്വാസികളെല്ലാം ഇവിടെ കിടന്ന് പിച്ച കണ്ടുക. പിച്ച കണ്ടുകാണെന്ന് 5 പിന്നെ ചിട്ടി, 2 ലോണ്, പിള്ളേരെ പഠിപ്പിക്കാൻ അതിന്റെ ലോൺ, വിദ്യാഭ്യാസ ലോണ്, ഇവിടെ കിടന്ന് പിച്ച കണ്ട്. പിന്നെ ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുക. പ്രോസ്പെരിറ്റി ഉണ്ടായ ഈ ഒരു ബുദ്ധിമുട്ടിന്റെ ആവശ്യം, ലോൺ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ചിട്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പ്രോസ്പെരിറ്റി എന്തിനാണ് നമ്മൾ എതിർക്കുന്നത്? എല്ലാവരും നല്ല നിലയിൽ ജീവിക്കണം, സാമ്പത്തികം ഉണ്ടാകണം, വീട് വയ്ക്കണം, പിന്നെ വണ്ടി ഉണ്ടാകണം. ഈ പ്രോസ്പെരിറ്റിക്ക് എതിരെ പറയുന്നവർക്ക് പിന്നെ മണിമാളികയും ബാങ്ക് ബാലൻസ് ഒക്കെയാണ്. അടിപൊളി 10-40 ലക്ഷം രൂപയുടെ. പിന്നെ ഇവരാണ് പ്രോസ്പെരിറ്റി കുറ്റം പറയുന്നത്. അപ്പൊ ഇത്തരം വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവരെന്തോ പാരമ്പര്യ പെന്തക്കോസ് എന്തോ ഭയങ്കര വിശുദ്ധരാണ്, അവരെ മാത്രമേ ഉപദേശം അനുസരിക്കുന്നുള്ളൂ എന്ന് പറയുകയും രഹസ്യമായിട്ട് വലിയ കോലുകളാണ് വെച്ചുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ഈ ന്യൂ ജനറേഷൻ വന്നിട്ട് 10-20 വർഷമല്ലേ കേരളത്തിലായുള്ളൂ. വർഷിപ്പ് സെന്റർ സിസ്റ്റം അല്ലെങ്കിൽ പ്രയർ സെൽ സിസ്റ്റം, ഈ പറഞ്ഞൊരു ന്യൂ ജനറേഷൻ സഭകള്, ഫയർ വിങ്സ്, ഇതെല്ലാം വന്നിട്ട് 20 കൊല്ലമല്ലേ ആയുള്ളൂ. കഴിഞ്ഞ 100 വർഷം അല്ലെങ്കിൽ 120 വർഷം കേരള പെന്തക്കോസ് ഇവിടെ ചെയ്തെന്താണ്? നമ്മൾ പഠിച്ചാൽ മതി. എന്തെല്ലാം തരികിടകളാണ് ഇവിടെ നടത്തിയത്. ഈ വിശ്വാസികളെ മുഴുവൻ പറ്റിച്ചു. 10-15 ലക്ഷം വരുന്ന പെന്തക്കോസ് വിശ്വാസികൾ മുഴുവൻ പറ്റിച്ചില്ലേ? ചുമ്മാ തെറ്റായ ഉപദേശം പറഞ്ഞ് പഠിപ്പിച്ച് ഇവരെന്ന് കടബാധ്യതയിലും കുടിലും കിടന്ന് പിച്ച തന്നെ ജീവിക്കുകയാണ്. ഈ പ്രസംഗിച്ചവരെല്ലാം കോടീശ്വരായി. എന്നിട്ട് പറയും അത് ഞങ്ങളെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമ്മളെ ദൈവം അനുഗ്രഹിച്ചു. അപ്പൊ ആ ദൈവത്തിന് വിശ്വാസികളെ യാതൊരുവിധ മൈൻഡും ഇല്ലെന്നുള്ളതാണ് ആ ദൈവത്തിന്. അപ്പൊ ഇത്തരം വിശ്വാസികളെ തെറ്റ് പറഞ്ഞ് പഠിപ്പിക്കുകയും എന്തെല്ലാം കള്ളപ്രവചനങ്ങൾ പറയുകയും. കള്ളപ്രവചനങ്ങൾ ആരാ ഇവിടെ പറയുന്നത്? ഇവിടെ മുഴുവൻ പെന്തക്കോസ് തന്നെയാണ്. പെന്തക്കോസ് പാസ്റ്റേഴ്സ് തന്നെ വിശ്വാസികൾ പറഞ്ഞ ഫാന്റസി പറഞ്ഞ് നിന്നെ ഇത് അനുഗ്രഹിക്കാൻ പോകുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഉപവാസ പ്രാർത്ഥനകളും കണ്ടപ്പോ കാത്തിരിപ്പിക്കുക. വീടുകൾ തോറും വിസിറ്റ് ചെയ്യുക, കള്ളപ്രവചനം പറയുക, ആൾക്കാരെ പറ്റിക്കുക, പൈസ തട്ടിപ്പ് നടത്തുക, ശുദ്രയിരിക്കുന്നു, പോരാട്ടം ഇരിക്കുന്നു, അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് സാധനം. ഇതൊക്കെ തന്നെയാണ് മൊത്തം ഇതിനകത്ത് നടന്നത്. ഇതിനകത്ത് നമ്മൾ ഹിസ്റ്ററി പഠിച്ച മൊത്തം ഇതാണ്. ജാതിയുടെ പേരിൽ സഭ പിളർക്കുക, ജാതിയുടെ പേരിൽ അടി, കറുത്തവനെ കയറ്റത്തില്ല വെളുത്തവന്റെ ചർച്ചില്. ഈ വലിയ വലിയ പൈൻമരം പോലത്തെ കോല് വെച്ചിട്ടാണ് ഈ ന്യൂ ജനറേഷന്റെ തെറ്റുകൾ ഇവര് ഭയങ്കര എന്തോ പൊക്കി പറയുന്നത്. എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല. ഈ ഭൂതോച്ചാടനത്തിന് വേണ്ടി എന്തെല്ലാം പീഡനങ്ങളാണ് ഇവിടെ നടത്തിയത്. ശാരീരികമായ ഉപദ്രവണം, അതിന്റെ പേരിൽ വേറെ രീതികൾ,
അപ്പൊ ഇത്തരം തെണ്ടിത്തരവും വേറും കൊള്ളരുതായ്മയും ചെയ്ത് പെന്തക്കോസാണ് ന്യൂ ജനറേഷന്റെ ഇത്തരക്കാരെ. ഞാൻ ന്യൂ ജനറേഷനെ ചെയ്യുന്ന എല്ലാം അംഗീകരിക്കുന്നൊന്നും. പൊളിറ്റിക്സ് ദൈവവചനത്തിൽ എവിടെയാണ്? ഇപ്പോൾ ഇവിടെ പണം കൊടുത്ത് വോട്ടടിപ്പിച്ച് ഇലക്ഷൻ നടത്തി കസേരയ്ക്ക് വേണ്ടി അടിപൊളി കൂടുന്നവരല്ലേ ഇത് ന്യൂ ജനറേഷൻ സഭയിൽ. ന്യൂ ജനറേഷൻ സഭയിലെ ക്വാളിറ്റി എന്താണെന്നറിയാം? അവിടെ പൊളിറ്റിക്സ് ഇല്ല, ഇലക്ഷൻ ഇല്ല, അവിടെ കമ്മിറ്റി ഇല്ല, അവിടെ ജാതിയുടെ പേരിൽ പിളർപ്പില്ല, അടിയില്ല. ഇതെല്ലാം ഈ തെണ്ടിത്തരം എല്ലാം ഇവിടെ വെച്ചിട്ടാണ് ഈ ന്യൂ ജനറേഷൻ അവരെ കുറ്റം പറയുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. തെറ്റില്ല നമുക്ക് പറയാം. അത് ഏത് സഭയുടെ ആയാലും, അത് പാരമ്പര്യ ബന്ധുക്കോസിന്റെ ആയാലും ന്യൂ ജനറേഷൻ സഭയുടെ ആയാലും അവര് ഉപദേശ പിശകുകളൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പണം രണ്ടു കൂട്ടരും പണം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, രണ്ടു കൂട്ടരും കള്ളപ്രവചനം പറയുന്നുണ്ട്, രണ്ടു കൂട്ടരും വിശ്വാസികളെ പറ്റിക്കുന്നുണ്ട്, രണ്ടു കൂട്ടരും കൊള്ളരുതായ്മ ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ല ന്യൂ ജനറേഷൻ വന്ന് എന്തോ കേരളത്തെ അങ്ങ് ഇല്ലാതാക്കി എന്നൊന്നും പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ കൂടിവരവുള്ള ന്യൂ ജനറേഷൻ സഭ ഉണ്ടായിരുന്നു. ഏത് ബന്ധുക്കോസ് സഭയ്ക്ക് ഇതൊക്കെ ഇവിടെ ആരെയും നശിപ്പിച്ചിട്ടില്ല. ഇവിടെ നശിപ്പിച്ചത് കഴിഞ്ഞ 120 വർഷം കേരള ബന്ധുക്കോസ് പാരമ്പര്യ ബന്ധുക്കോസാണ് ഇവിടെ കേരളത്തെ നശിപ്പിച്ചത്. ബന്ധുക്കോസ് നശിപ്പിച്ച് പൊളിറ്റിക്സ് കൊണ്ടും കള്ളപ്രവചനം കൊള്ളരുതായ്മയും കൊണ്ടും സഭ വളർക്കലും വേണ്ട എല്ലാ ദുരുപദേശങ്ങൾ പറയുക, തെറ്റായ വ്യാഖ്യാനങ്ങൾ, വിശ്വാസികളെ തെറ്റുപഠിപ്പിക്കുക, ഇതെല്ലാം ചെയ്ത് ആകെ ഒരു അവിയല് പരിവാക്കി ഇതിനെ ഇല്ലാതാക്കി വിശ്വാസികളെ മുഴുവൻ നശിപ്പിച്ചിട്ട് അവരെന്തോ ഭയങ്കര വിശുദ്ധരും ന്യൂ ജനറേഷൻ എന്തോ നശിപ്പിച്ച ഒരു കൂട്ടരാണ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പൊ എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല.